സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ദേ അനീഷേട്ടൻ്റെ കടയിൽ വന്നിട്ടോ. അനീഷേട്ടൻ്റെ കടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ച് കഴിച്ച്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്നൊന്നും. എന്നോട് യാത്രയാകെ നമുക്ക് നല്ല ഡ്രസ്സ് എടുത്തിടുന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഈ നേരത്ത് പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. ഞാൻ ആവുന്നതും ഇത്തിരി പഴകിയ ഡ്രസ്സൊക്കെയാണ് ഇടാറ്. പുതിയതൊന്നും അങ്ങനെ എടുത്തിടൂല. അപ്പോൾ ഒരെണ്ണം തന്നെ ഇട്ട് നശിപ്പിച്ചതിന് ശേഷം അടുത്തത് എടുത്തിടുള്ളൂ. അങ്ങനത്തെ കുറച്ച് സ്വഭാവ ഗുണങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം എന്നോട് യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സിനിമക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോണായിരിക്കുമെന്ന്. ആവുന്ന സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. പിന്നെ ഇതെങ്ങോട്ടാണെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഒരു തമിഴ് പടം കളിക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കണത് ഹൈക്കോർട്ടാണ് കേട്ടോ. ഹൈക്കോർട്ടിൽ നിന്നും പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ അതെ എറണാകുളത്തപ്പൻ്റെ ഗ്രൗണ്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. ഒരു റീൽ കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് ഇവിടെ ഒന്ന് കൊണ്ടുവരുമോ, ഇവിടെ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പരിപാടി എന്നല്ലേ, ബാലി ദ്വീപ് ഫസ്റ്റ് നടക്കുക 2025. അപ്പോൾ ഞാനിത് ഇവിടെയൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചതനുസരിച്ച് വന്ന് കാണണമെന്നൊരാഗ്രഹം തോന്നി, പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കെല്ലാം സാധിച്ചു തരാറുണ്ട് കേട്ടോ. ആ ഒരു സമയത്തല്ലെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിങ്ങിലായിരിക്കുള്ളൂ ഇങ്ങനെ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തന്നത്. ഒരു അച്ഛൻ കുഞ്ഞിനെ കൊണ്ടടക്കുന്നത് എങ്ങനെയാണോ എന്നതുപോലെയാണ് എന്നെ കൊണ്ടടക്കണത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഈ ഒരു ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. അപ്പോൾ ഞാൻ എന്നോട് ടിക്കറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ടിക്കറ്റിനെ കുറിച്ച് പറയണതാണ്. അതിലൊരു നമ്മുടെ പേരും അഡ്രസ്സും എഴുതിയിടണം. അതുപോലെ ഇത് കാണുന്ന നമ്പറിലെ അതും കൂടി ചേർത്ത് എഴുതിയിട്ട് അകത്ത് ഒരു ഇതുണ്ട്, ബോക്സ് ഉണ്ട്, അവിടെ കൊണ്ടിടണം. അകത്തെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തൊന്നുമല്ല, നമ്മൾ ഏകദേശം ഒന്നും ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാറാവുമ്പോഴത്തേക്കാണ് ആ ഒരു ബോക്സ് ഇരിക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് വെള്ളത്തിൽ കൂടി കിടന്ന് ഓടുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ കാണുന്ന ഊഞ്ഞാലിൽ രണ്ടുപേരും കൂടി ഒന്നിരുന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നോക്കുമ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്തോരം മീനാണ്. എനിക്കങ്ങാടില്ലേ, എനിക്ക് അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയിൽ ഒരാൾ നോക്കി നോക്കിക്കേ. ഞാൻ കുറച്ച് നേരം മീനെ കൈയൊക്കെ ഇട്ട് കളിപ്പിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജിറാഫാണോ സീബ്രയാണോ എന്ത് കുന്തോന്നാവോ അത് ഇനി ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിമനോഹരമായ ഒരു എനിക്ക് പേടിയായിരുന്നേ. പിന്നെ ഏട്ടൻ വന്ന് തിരിച്ചൊക്കെ വീഴോന്നാണ് ചോദിച്ചോണ്ടിരിക്കണത്. മാറൂലേ അത്ര വെള്ളവും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഏട്ടൻ്റെ ഒരു വീഡിയോ എടുത്ത്, ഏട്ടനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടന് വീഡിയോയൊക്കെ പറഞ്ഞു. ഏട്ടൻ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ മീൻ്റെ പുറകെ പോയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പുക പോലെയൊക്കെ വെച്ചേക്കണം കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്ന് തിളച്ച് മറിയണുണ്ടായിരുന്നു. ഞാൻ കൈ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് എന്നുള്ളത്. തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണുമെന്ന് എനിക്കറിയില്ല. അതേ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചെറിയൊരു എന്താ പറയണ മൂടൽ പോലെയായിട്ട് കാണിച്ചതാണ് തോന്നുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആളാണ് ഇരിക്കുന്നത്, ബുദ്ധൻ. പിന്നെ ഫുള്ള് എന്നെ തന്നെ ഉണ്ടായിട്ട് ഫോക്കസ്. അപ്പം ഇതിനായി ഒരു പ്രതിമണ്ഡപം പറഞ്ഞാണ് എൻ്റെ കാണാതെ പോയ ഒരു വല്യമ്മയാണെന്ന്. ഇവള് മിണ്ടറിയില്ലാതൊക്കെ പറയണായിരുന്നു. അത് ഇനി ആ ഒരു ഇതിൻ്റെ അപ്പം അതാ നിൽക്കുന്നവരാണ്ട് നമുക്ക് ആ ഊഞ്ഞാലിൽ നിൽക്കുന്ന ആ വീഡിയോ എടുത്ത് തന്നത്. എനിക്കെന്തോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അതും
പ്രതീക്ഷിക്കാത്ത ടൈമിൽ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുള്ളൂ. ഇതുകൊണ്ട് ഏതൊരു ഭാഗത്തോട്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ കയറി പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം എന്തെന്നാൽ ഇനി എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ഞാൻ കയറി പോണേന്ന്. കണ്ട അങ്ങോട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കൊണ്ടുപോകണേ. കാരണം ഞാൻ ആദ്യമേ കണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കണേ, പിലോപ്പി ഉണ്ടോ, കരിമീനുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഗൃഹോപകരണങ്ങളുടെ സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ്. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ആവുന്നത് ഇതാണ് കംപ്ലീറ്റ് നിങ്ങളുടെ ഉള്ളിൽ എത്തിച്ചേക്കണത്. അതുപോലെ കുറേ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് താല്പര്യമില്ലാത്ത സാധനങ്ങൾ, അതായത് എന്നിട്ട് സെറാമിക് പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളുടെ സെയിലിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ അധികം ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇത് വീടോ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും വലിയ വർണ്ണ മത്സ്യങ്ങൾ. പക്ഷേ എനിക്ക് വളർത്താൻ ഇഷ്ടമല്ല കേട്ടത്. എനിക്ക് വളർത്താനായിട്ട് റെഡ് ആൽബിനോ റെഡിനെയൊക്കെയാണ് വളർത്താൻ ഇഷ്ടം. പിന്നെ നമ്മുടെ പഴയകാല മിഠായികളുടെ ഒരു വലിയൊരു ശേഖരം. പപ്പട മിഠായി ഇല്ലേന്ന് വെച്ചാൽ പാചേട്ടൻ എന്നോട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പാചേട്ടൻ എനിക്ക് ചിരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം കുപ്പിവള സെക്ഷൻ. അപ്പം അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുപ്പിവള സെക്ഷൻ ഇത് കമ്മലിൻ്റെയും മറ്റേ നെക്ലസ് ടൈപ്പ് മാലകളുടെയൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഏട്ടൻ മോതിരം നോക്കാൻ തന്നെ. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങൾ, ആകാശത്തൊട്ടിൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ഏട്ടനെടുത്തതാണ്. ഇത് ഇനി ഇവിടെ കുറച്ചൊന്ന് കറങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടാ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതുള്ള വരവായതുകൊണ്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ സ്ഥലം വരുന്നത് എറണാകുളത്തപ്പൻ്റെ ഗ്രൗണ്ടിലാണ്. എല്ലാവരും പോയി കാണുക, കുട്ടികളൊക്കെ ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലോങ് വീഡിയോ എടുത്താൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുമല്ലോ.